ഞാൻ ജൂബി, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനീഷ്, മൂത്ത കുട്ടി ടാനിയ, ഇത് ഞങ്ങളുടെ നടുക്കത്തെ മോൻ ടെമിൻ, ഒരു ഇളയ കുഞ്ഞും കൂടിയുണ്ട് 3 വയസ്സായ ടിയാര. ഞങ്ങളുടെ ഈ നടുക്കത്തെ മോൻ ടെമിൻ ബിനീഷിന് കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി ഒരു പനി വരികയും പെട്ടെന്ന് തന്നെ നെഞ്ചിന് വേദനയും ഛർദിയും അനുഭവപ്പെടുകയും ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് വേഗം തൊടുപുഴ എത്തിച്ചു. തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ നിന്നും വീണ്ടും നെഞ്ചിന് വേദന ഉണ്ടായതിനെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്, ICU സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക്. അവിടെ എത്തി ECG ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ വേരിയേഷൻ ഉണ്ടായിരുന്നു. കോലഞ്ചേരിയിൽ കൊണ്ടുവന്ന് ECG എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ECGയിൽ വേരിയേഷൻ ഇല്ല. പക്ഷേ ഹൈ ടെമ്പറേച്ചർ ആയതിനാൽ തന്നെ ഡോക്ടേഴ്സ് അവിടെ അഡ്മിറ്റ് ചെയ്തു. ആദ്യത്തെ 4 ദിവസം വൈറൽ ഫീവർ എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര പനിയാണ് കുഞ്ഞിന് പനിക്കുന്നത്. സപ്പോസിറ്ററി വെച്ചാലല്ലാതെ പനി താഴുന്നില്ല. 4 മണിക്കൂറിന് പോലും ഗ്യാപ്പ് കിട്ടാതെ വീണ്ടും തുടരെ പനിക്കുകയാണ്. പനി കൂടി നിൽക്കുന്ന സമയത്ത് മാത്രം നന്നായിട്ട് കുഞ്ഞിനെ ചുമയ്ക്കുന്നു. ഈ വിവരം ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞതിനെ തുടർന്ന് എക്സ്റേ എടുക്കുകയും 4-ാം തീയതി എക്സ്റേയിൽ കുഞ്ഞിന് ന്യൂമോണിയയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വീണ്ടും അന്ന് തന്നെ ഡോക്ടേഴ്സ് ഏതാണ്ട് 4 ടൈപ്പോളം ആൻറ്റിബയോട്ടിക് കുഞ്ഞിന് എമർജൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇഞ്ചക്ഷൻ. പക്ഷേ പനിക്കൊരു ശമനവുമില്ല. ഛർദ്ദിക്കുന്നു നന്നായിട്ട്. കുഞ്ഞ് എപ്പോഴും ഉറങ്ങണമെന്ന് പറയുന്നു. ഞങ്ങളോട് സംസാരിക്കാതെ ആവുന്നു. അങ്ങനെ 12-ാം തീയതി വരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തുടരുകയാണ്. 11-ാം തീയതി ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ ദേഹത്ത് ചെറിയ ചുവന്ന പാടുകൾ കണ്ടു തുടങ്ങി. ഞാൻ വിചാരിച്ചു ചെറിയ ചൂടുകുരു എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഡോക്ടർമാരോട് നമ്മൾ പനി കുറയാതെ വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, മറ്റെന്തെങ്കിലും പനിയാണോ? അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എലിപ്പനി, ടൈഫോയിഡ്, TB ഇതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തു. ഇതെല്ലാം നെഗറ്റീവാണ് ആൻസർ. അവസാനം ഡെങ്കുവിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുകയാണ്. റിസൾട്ട് ഇന്ന് വരും 12-ാം തീയതി. പക്ഷേ കുഞ്ഞിൻ്റെ ശ്വാസം എടുക്കുന്നതിന് എന്തോ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി. ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇളയ കുഞ്ഞിനും വീട്ടിൽ പനിയായി. ഇതിനിടയ്ക്ക് എനിക്കും പനിയായിരുന്നു. 12-ാം തീയതി ഉച്ച കഴിഞ്ഞ് കുഞ്ഞിനെ പെട്ടെന്നൊന്ന് ചുമയ്ക്കുകയും പെട്ടെന്ന് ഓക്സിജൻ ലെവൽ താഴേക്ക് പോവുകയാണ്. ഈ സമയത്ത് ആരോ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, ഇവർ കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പനിയുടെ തീവ്രത മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, പക്ഷേ കുഞ്ഞിന് കുറവില്ല. കുഞ്ഞ് നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല. കുഞ്ഞ് ഇതിനിടയിൽ ക്രയോൺസും കളറിംഗ് ബുക്കും ഒക്കെ ചോദിച്ചിരുന്നു. ഇതൊക്കെ കൊണ്ടേ കൊടുത്തെങ്കിലും ഇതൊന്നും നോക്കാൻ പോലും തയ്യാറാവുന്നില്ല. അങ്ങനെ 12-ാം തീയതി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന് മനസ്സിൽ തോന്നിപ്പിച്ചതിനെ തുടർന്ന് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ്. കോട്ടയം കുട്ടികളുടെ ആശുപത്രിയായ ICHലേക്ക് കുഞ്ഞിനെ ഞങ്ങൾ മാറ്റുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും രാത്രി 7 മണി. എങ്ങനെ കൊണ്ടുപോകുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേഗം തന്നെ കോലഞ്ചേരിയിലെ ഒരു ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആംബുലൻസിൽ വേണം കൊണ്ടുപോകാൻ. ഇതെൻ്റെ മനസ്സിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ആംബുലൻസിൽ എത്തിച്ചു. രാത്രി 8:30 ആയപ്പോൾ 12-ാം തീയതി ഞങ്ങൾ കോട്ടയം ICH ESI എന്ന് വിളിക്കുന്ന ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ എത്തിച്ചു. അവിടെ എത്തുമ്പോഴേക്കും ഡോക്ടേഴ്സ് അവിടുത്തെ നോക്കിയിട്ട് നേരെ കുഞ്ഞിനെ ഹൈ കെയർ യൂണിറ്റിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ പലരുടെ ബന്ധുക്കളുടെയൊക്കെ നിർബന്ധം നിമിത്തമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അന്ന് രാത്രി അവിടെ എത്തിച്ച് അത്രയും സമയം മാത്രമേ ദൈവം ഞങ്ങൾക്ക് മുമ്പിൽ തന്നിരുന്നുള്ളൂ. കോട്ടയത്ത് എത്തിയതും വീണ്ടും കുഞ്ഞിൻ്റെ ഓക്സിജൻ ഡ്രോപ്പായി പോയി. പിന്നെ അവൻ കംപ്ലീറ്റ് ഓക്സിജനിലേക്ക് മാറുകയാണ്. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ബെഡിലേക്ക് ആവുകയാണ്. ഏറ്റു നിൽക്കാൻ പോലും പറ്റാതെ, ഒന്നും കഴിക്കാൻ പറ്റാതെ, ഒന്ന് ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആവുകയാണ് ഈ മോന്. ആ ദിവസം രാവിലെ അവിടുത്തെ പ്രൊഫസർ വന്ന് കുട്ടിയെ നോക്കിയിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു ബോട്ടിൽ ഇഞ്ചക്ഷന് 25,000 രൂപ. അത്തരത്തിൽ 14 ബോട്ടിൽ ഇഞ്ചക്ഷനാണ് കുഞ്ഞിനെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ നെഞ്ചിന് വേദനയെ തുടർന്ന് ഞാൻ വിചാരിച്ചത് കുഞ്ഞിൻ്റെ ഹാർട്ടിന് എന്തോ പ്രശ്നമാണെന്നായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ശരിയാകും. പൈസയെക്കുറിച്ചല്ല എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. പക്ഷേ ഈ 14 ബോട്ടിൽ ഇഞ്ചക്ഷൻ 25,000 രൂപ വെച്ച് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ അറിയാം എത്ര ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റായി. ഇതൊക്കെ ദൈവം അവന് വേണ്ടി തലേ ദിവസം തന്നെ ക്രമീകരിച്ചു. അവിടെ എത്തിച്ച നിമിഷം തന്നെ ഡോക്ടേഴ്സ് ചോദിച്ചു, കുഞ്ഞിൻ്റെ പേര് റേഷൻ കാർഡിലുണ്ടോ, APL ആണോ BPL ആണോ? ശരിക്കും ഞങ്ങൾ APL ആണ്. പക്ഷേ നിന്നിടത്ത് നിന്ന് ഡോക്ടേഴ്സ് അവന് വേണ്ടി ലക്ഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ക്രമീകരിച്ച് ആരോഗ്യ കിരണം എന്ന ഒരു ഇൻഷുറൻസ് സ്കീമിൽ കുഞ്ഞിനെ ഉൾപ്പെടുത്തുകയാണ്.
ഈ 14 ബോട്ടിൽ ഇഞ്ചക്ഷൻ എൻ്റെ ഹസ്ബൻഡ് പിറ്റേ ദിവസം ഇളയ കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ആ കുഞ്ഞിന് ന്യൂമോണിയയാണെന്നാണ് പറയുന്നത്. അതിനുശേഷം എത്തുമ്പോഴേക്കും ഈ 14 ബോട്ടിൽ ഇഞ്ചക്ഷന് കുഞ്ഞിന് കയറ്റിയിരുന്നു. ആദ്യത്തെ ഒരു ബോട്ടിൽ കയറ്റിയപ്പോൾ തന്നെ വീണ്ടും കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമാവുകയും അതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് ആക്കുകയും ചെയ്തു. അവിടുത്തെ ICUവിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ ഞാൻ അറിയുന്നില്ല ഇത് വെന്റിലേറ്റർ ആണെന്ന്. സത്യത്തിൽ ദൈവം എന്നെ അറിയിക്കാതിരുന്നതായിരുന്നു. അതിനുശേഷം ഈ മോണിറ്ററിൽ ഓരോ സമയത്തും കുഞ്ഞിനെ ICUവിലേക്ക് ആക്കുമ്പോൾ പൾസ് റേറ്റ് താഴെ പോയിട്ട് ബ്ലിം ബ്ലിം എന്ന് ഒച്ച വെക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എൻ്റെ കണ്ണെപ്പോഴും ഓക്സിജൻ ലെവലിലായിരുന്നു. ഇതൊക്കെ മാതാവ് എന്നെ മറച്ചു പിടിച്ചതായിരുന്നു സത്യത്തിൽ. പിന്നീടാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത്. ഈ 14 ബോട്ടിൽ ഇഞ്ചക്ഷൻ കയറിയതിന് ശേഷവും കുഞ്ഞിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെ. കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ എത്തിയപ്പോഴേക്കും ഡാഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറയുകയാണ്, എൻ്റെ കേൾക്കൽ ഡിസംബർ 14-ാം തീയതി വൈകിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിന് 48 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഈ സമയത്താണ് ശരിക്കും തളർന്നു പോയി. നമ്മൾ ഇത്രയൊന്നും വിചാരിക്കുന്നില്ല, ഒരു സാധാ പനിയിൽ തുടങ്ങിയതല്ലേ. 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. 14 ബോട്ടിൽ ഇഞ്ചക്ഷൻ കയറിയ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് 7 ദിവസം 4 ടൈപ്പ് ആൻറ്റിബയോട്ടിക് പോയ കുഞ്ഞിനെ കുറിച്ചാണ് ഇവരിത് പറയുന്നത്. ശരിക്കും തളർന്നു പോയി. ICUവിന് വെളിയിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് നേരെ ചെയ്തത് തിരിച്ച് ICUവിനുള്ളിൽ കയറി കൃപാസനത്തിലെ ആരാധനയുടെ ഒരു ലിങ്ക് എടുത്തു. എനിക്കറിയാമായിരുന്നു ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധിയിലും നമ്മെ ആശ്വസിപ്പിക്കാൻ നമ്മെ നോക്കിയിരിക്കുന്ന ഒരേ ഒരു വിശ്വസ്തൻ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്ന്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ ലിങ്ക് എടുത്തു. ആ ആരാധനയ്ക്ക് മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രി 12 മണി സമയം കഴിഞ്ഞു. ഡിസംബർ 15-ാം തീയതി അമ്മയോട് 2-3 കാര്യങ്ങൾ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഈ സമയത്തിനകം കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കുന്നില്ലാത്തതിനാലും ന്യൂമോണിയ കൂടിയതിനാലും എല്ലാ ഗ്രൂപ്പുകളിലേക്കും, ഇടുക്കി രൂപതയുടെ മുഴുവൻ ഗ്രൂപ്പുകളിലേക്കും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് നിരവധി മെസ്സേജുകൾ നിരവധി വൈദികർ ഷെയർ ചെയ്തിരുന്നു. തന്നെയല്ല, ഞാൻ സ്കൂളിലായതിനാൽ സ്കൂളിൻ്റെ ഗ്രൂപ്പുകളിലേക്കുമെല്ലാം ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് ഒരുപാട് ആളുകൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ഈ ഡിസംബർ 15-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷം ആരാധനയുടെ മധ്യേ ഞാൻ അമ്മയോട് പറഞ്ഞത്, എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് തളർന്നു കിടക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ഈ ഫോൺ മുട്ടിച്ചു വെച്ചു. അതിനുശേഷം അമ്മയോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ വാക്കിതാണ്, എൻ്റെ കുഞ്ഞ് തിരിച്ച് ജീവനോടെ വന്നാൽ അനേകർക്ക് സാക്ഷ്യമാവാൻ വേണ്ടി അമ്മേ ഞാനിത് തിരിച്ചൊരു പോസ്റ്റ് ഇട്ടോളാം. ആദ്യം തന്നെ ഞാൻ ചെയ്തതും അത് തന്നെയാണ്. രണ്ടാമതായിട്ട് അമ്മയോട് ഞാൻ കെഞ്ചി ചോദിച്ചൊരു കാര്യം, ഈ കുഞ്ഞ് തളർന്നു കിടന്നോട്ടെ അമ്മേ, എങ്കിലും സാരമില്ല, എനിക്ക് അവനെ ജീവനോടെ കുറച്ച് നാളും കൂടി കൊതി തീരെ വളർത്താൻ നീ എനിക്ക് തിരിച്ചു തരണം. മൂന്നാമതായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു, അമ്മേ, നിന്നെപ്പോലെ ഞാനിന്ന് സഹായാവസ്ഥയിൽ നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിന്റെ മകനെ കൊണ്ട് ഗാഗുത്തായിലേക്ക് പോയപ്പോൾ നീ നോക്കി നിന്ന ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അതുപോലെ ഞാനും നോക്കി നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. ഇത് പറഞ്ഞ സെക്കൻഡിൽ ദൈവം അവിടെ ഇടപെട്ടു. പറഞ്ഞ സെക്കൻഡിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ആരാധനയുടെ ലിങ്ക് എടുത്തതിൽ ഇതേ ഈ കൃപാസനത്തിലെ ആൾത്താരയിലെ തിരുവോസ്തിക്ക് മുകളിലായിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. നിങ്ങളൊക്കെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും തെളിവോടുകൂടി ഒരു സാക്ഷ്യം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഞാനത് കാണിച്ചു തരാം. എല്ലാവർക്കും കണ്ടുബോധ്യമായി കാണുമല്ലോ. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഞെട്ടിപ്പോയി. പിന്നീട് എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ഭയങ്കര ധൈര്യം വരികയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ത് മോശമായാലും ഈശോ അറിഞ്ഞു തന്നെ തന്ന ഒരു സഹനമാണിതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബോധ്യം വരികയാണ്. ആദ്യം തന്നെ ഞാൻ ആ ഫോൺ എത്ര സമയം ഫോണിൽ നിൽക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. ആദ്യമേ പുറത്ത് കരഞ്ഞുകൊണ്ട് ICUവിന് വെളിയിലിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ ഇതിട്ട് കൊടുത്തു. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇതെന്താ ജൂബി ഇത്? അപ്പോൾ ഞാൻ വിവരമൊക്കെ പറഞ്ഞു, ഇങ്ങനെ തെളിഞ്ഞു വന്ന ചിത്രമാണ്. പിന്നീട് എന്നോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് വൈദികരുണ്ട്, അവർക്ക് ഞാൻ വേഗം തന്നെ ഷെയർ ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ചിറ്റടിയച്ഛൻ അവിടെ വരികയും കുഞ്ഞിനെ കയറി ICUവിൽ കണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പനി കുറയുന്നില്ല. വീണ്ടും മനസ്സിലൊരു ചെറിയ ആശങ്കയുണ്ട്, ദൈവം കാണിച്ചു തന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ കുഞ്ഞ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഇതേ സമയം ഡിസംബർ 15-ാം തീയതി പകലായപ്പോൾ എനിക്കും തീരെ വയ്യാണ്ടാകുകയാണ്. എനിക്കും ചെസ്റ്റിനകത്ത് ഭയങ്കര പെയിൻ.
ഡോക്ടറിനെ ചെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കണ്ടപ്പോൾ പറഞ്ഞു, അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ, എനിക്കും ന്യൂമോണിയയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരണക്കിടക്കയിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയും ഇട്ടിട്ട് ആ ICUവിൽ നിന്നും മാറേണ്ട ഒരു ഗതികേടാണ് അവിടെ എനിക്കുണ്ടാകുന്നത്. എത്ര ദയനീയമായ അവസ്ഥയാണ്. ശരിക്കും ആദ്യം ഓടിച്ചെന്നത് കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാ. കാരണം ഞാൻ റെഡിയായാലല്ലേ എൻ്റെ കുഞ്ഞിനെ വന്ന് എനിക്ക് പരിചരിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടെയും തടസ്സം, ബൈസ്റ്റാൻഡർ ഇല്ല കൂടെ. കാരണം പെട്ടെന്നല്ലേ ഓരോരുത്തർ അഡ്മിറ്റ് ആവുന്നത്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെയെ വിളിച്ചു, കുഞ്ഞിൻ്റെ അടുത്താക്കി. അതിനുശേഷം തിരിച്ചു വന്ന് അവിടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഹോം എനിക്ക് കിട്ടുകയാണ്. അവിടെ ഞാൻ താമസിക്കുകയാണ്. ആദ്യത്തെ 2 ദിവസം ഭയങ്കര വിഷമം തോന്നി. കുഞ്ഞ് ICUവിൽ കിടക്കുകയല്ലേ, ഇളയ കുഞ്ഞും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 16-ാം തീയതി രാവിലെ കേൾക്കുകയാണ് ഇളയ കുഞ്ഞിനെയും ICUവിലേക്ക് ആക്കണം. തൊടിപുഴ ചാഴികാട്ടിൽ നിന്നും ആ കുഞ്ഞിനെ വീണ്ടും ഞങ്ങൾ കോട്ടയത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇളയ കുഞ്ഞിനെ ICUവിലേക്ക് ആക്കേണ്ടി വന്നില്ല. 5 ദിവസത്തെ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പറഞ്ഞയച്ചു. പക്ഷേ 2 ദിവസം റൂമിലിരുന്നുകൊണ്ട് കരഞ്ഞ് ചങ്കുപൊട്ടി അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൃപാസനത്തിലെ ആരാധനയും ഓൺലൈൻ ശുശ്രൂഷകളും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 17-ാം തീയതി ആയിട്ടും കുഞ്ഞിൻ്റെ പനി മാറിയിട്ടില്ല. അപ്പോഴേക്കും ഞങ്ങൾ ആകെ നിരാശരാകുന്നുണ്ട്. നല്ല പനിയാണ് പനിക്കുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു എല്ലാ ഓർഗൻസും ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞു. ഇനിയും ഒരു പാരസിറ്റാമോൾ പോലും കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ലിവർ, ലങ്സ്, ക്രിയാറ്റിനൊക്കെ 4-ന് മേളിലായി കഴിഞ്ഞു. ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനിടയിൽ എൻ്റെ കസിൻസ്, ഞങ്ങളുടെ ജോലി മേഖലയിലുള്ളവരൊക്കെ അവിടെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ കുഞ്ഞിനെക്കുറിച്ച് നോ ഹോപ്പ് എന്നായിരുന്നു. പക്ഷേ ദൈവത്തിന് അവനെക്കുറിച്ച് ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഉണ്ടായിരുന്നു. പക്ഷേ 17-ാം തീയതി ആയപ്പോഴേക്കും റൂമിലിരുന്ന് ഞാനും എൻ്റെ മൂത്ത മോളും കൂടി കൊന്ത ചൊല്ലി 253 രൂപ മുട്ടയിൽ നിന്ന് തന്നുകൊണ്ട് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. നിയോഗത്തോടെ അമ്മയോട് പറഞ്ഞു, കെഞ്ചി ചോദിച്ചതിൻ്റെ ഫലമായിട്ട് 17-ാം തീയതി ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പനി കുറവുണ്ടെന്ന് പറഞ്ഞു. 17-ാം തീയതി ഏതാണ്ട് ഒരു 6 മണി 6:30 സമയത്ത് ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് അച്ഛനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരുഹൃദയ ഈശോയെ തന്നെ കാണുന്നു അച്ഛാ. വീണ്ടും ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തിരുഹൃദയ ഈശോ ആണിപ്പഴുത്തുള്ള കരം എൻ്റെ കുഞ്ഞിന് നേരെ നീട്ടുന്നത് ഞാൻ കണ്ടു. ദൈവം കൊടുത്ത വലിയ സൗഖ്യമായിരുന്നു അത്. ആ സമയം തന്നെ കുഞ്ഞിൻ്റെ പനി വിട്ടുമാറി. പിന്നീട് കുഞ്ഞിനെ പനിച്ചില്ല. പക്ഷേ വീണ്ടും ഡോക്ടേഴ്സ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, പനി മാറിയെങ്കിലും ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ന്യൂമോണിയ ഇപ്പോഴും കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പനി മാറി എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. മാതാവ് ഇടപെടുന്നുണ്ട്, ദൈവം ഇടപെടുന്നുണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. 20-ാം തീയതി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും കുഞ്ഞ് കുറേശ്ശെയൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അത്യാവശ്യം ബാലൻസോടെ പിടിച്ചിരുത്തിയാൽ ഇരിക്കുമെന്നൊരവസ്ഥയിലേക്കായി. നിങ്ങൾ കാണുന്ന അവസ്ഥയല്ല, ഒരു വിരൽ പോലും അനക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കുഞ്ഞ്. 20-ാം തീയതി തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഹസ്ബൻഡ് വീണ്ടും ഡൗൺ ആയിരിക്കുകയാണ്. ഞാൻ കാണുമ്പോൾ എന്നോട് പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതേ കുഞ്ഞിന് ഫിക്സ് വന്നു. ഞാൻ ഈശോയുടെ പുറത്ത് ഐസിന് വെളിയിലിരുന്നുകൊണ്ട് പറഞ്ഞു, നീ നീട്ടിയ കരമാണെങ്കിൽ പിൻവലിക്കില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പുറത്തിരുന്ന് എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ദൈവം അവനെ കാത്തുകൊള്ളും. ഇതിനിടയിൽ വേറൊരു അച്ഛൻ അവൻ്റെ അടുത്ത് ICUവിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു, ഒന്നും വിഷമിക്കേണ്ട, 3 ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് പതിയെ ഓക്കെ ഇങ്ങ് വന്നോളും. വീണ്ടും ഫിക്സ് വന്നു, ഇഞ്ചക്ഷൻ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഞാൻ 5 ദിവസത്തിന് ശേഷമാണല്ലോ ചെല്ലുന്നത്, ചേർത്ത് നിർത്തി എന്നെ കെട്ടിപ്പിടിച്ച് 2 കൈയും കൊണ്ട് അവിടെ കിടന്ന് വീണ്ടും അവൻ ഉറങ്ങി. ഒരു 10 മണിയായപ്പോൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വെല്ലം തരാൻ പറഞ്ഞു. അങ്ങനെ പതുക്കെ അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. 23-ാം തീയതി ആയപ്പോഴേക്കും കുഞ്ഞ് കംപ്ലീറ്റ് ഓക്സിജനിൽ നിന്ന് മാറി. ഡിസംബർ 1-ാം തീയതി തുടങ്ങിയതാണ്. 25-ാം തീയതി നടന്നു. യേശുവിൻ്റെ ജനനം പോലെ രണ്ടാമതൊരു ജന്മം ദൈവം അവന് കൊടുത്തു. 25-ാം തീയതി അവൻ പറഞ്ഞു, ടോയ്ലറ്റിലേക്ക് ഞാൻ പിടിച്ചുകൊണ്ടുപോയി. തിരിച്ച് ആരും പിടിക്കാതെ കൊച്ചു തന്നെ നടന്നു വന്നു. ICUവിലെ ഡോക്ടേഴ്സ് നോക്കിയിരുന്ന് ചിരിക്കുകയായിരുന്നു. 27-ാം തീയതി കുഞ്ഞിനെ ICUവിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി. അവനെ നോക്കിക്കൊണ്ടിരുന്ന സിറൽ ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ കുഞ്ഞിൻ്റെ 90% കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. നിലനിൽക്കുന്ന 10% ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി കാർഡിയോളജിസ്റ്റ് എന്ത് പറയുന്നു അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ജനുവരി 2-ാം തീയതി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു.
ഈ സമയത്തെല്ലാം മാതാവ് എന്നോട് ഈ കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു വന്ന കാര്യം സിറിൽ ഡോക്ടറിനോട് പറയാൻ എന്തോ മനസ്സിൽ നിന്നൊരു പ്രചോദനം നൽകുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ആ ഡോക്ടറോട് പറയുകയാണ് പിന്നീട് ചെക്കപ്പിന് ചെന്നപ്പോൾ. അപ്പോൾ ഡോക്ടർ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എൻ്റെ ഫോൺ മേടിച്ചത് നോക്കി, അതിൻ്റെ ഒരു ഫോട്ടോ ഡോക്ടറുടെ ഫോണിലേക്ക് എടുത്തു. എന്നിട്ട് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഇതിലും വലിയ തെളിവ് എനിക്ക് തരാനില്ല ഡോക്ടറെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ചെന്നെ കാണിക്കുകയാണ്. ഡോക്ടറിൻ്റെ ഫോണിൽ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് കൃപാസനം അമ്മയുടേതായിരുന്നു. ആ ഡോക്ടറും അമ്മയുടെ കരങ്ങളിലുള്ള മകനായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. അതുപോലെ അന്ന് പനി മാറാതെ വന്നപ്പോൾ ഞങ്ങൾ ഡിസംബർ 17 കുഞ്ഞിൻ്റെ പനി മാറുന്നു. പക്ഷേ 17-ാം തീയതി ഞങ്ങൾ നിരാശരായി ചിന്തിച്ചു കുഞ്ഞിനെ ഇനി അസ്റ്ററിലേക്ക് മാറ്റാം. 18-ാം തീയതി ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് ആലപ്പുഴ വൈറോളജി ലാബിൽ നിന്നും വരാനുണ്ട്, അതും കൂടെ വരട്ടെ. പക്ഷേ ആ ഒരു റിസൾട്ടിന് വേണ്ടി ദൈവം ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയതായിരുന്നു. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ അസ്റ്ററിലേക്ക് മാറ്റുമായിരുന്നു. 18-ാം തീയതി റിസൾട്ട് വന്നില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് 17-ാം തീയതി ദൈവം അവൻ്റെ പനി മാറ്റുകയാണ്. ഇതിന് ശേഷം കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ ഏതാണ്ട് ഫെബ്രുവരി 15-ാം തീയതി ചെക്കപ്പിന് ചെന്നപ്പോൾ കാർഡിയോളജിസ്റ്റ്, അതായത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ അനിൽ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഞങ്ങളോട് പറയുകയാണ് മോൻ്റെ ഒരു കാർഡിയാക് MRI എടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇനി എന്തിനാണ് കാർഡിയാക് MRI എടുക്കുന്നത്? ശരിക്കും അനിൽ ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതായത് ഇവൻ്റെ രോഗാവസ്ഥയിൽ രോഗം മൂർച്ഛിച്ചിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോയിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസായിട്ടാണ് തോന്നിയത്. ദൈവം ഇതൊന്നും ഞങ്ങളെ അറിയിച്ചില്ല. സത്യം പറഞ്ഞാൽ അവന് വേണ്ട ക്രമീകരണങ്ങൾ, ആ 14 ബോട്ടിൽ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് കുഞ്ഞ് മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാതെ മൊത്തം 17 ബോട്ടിൽ ഇഞ്ചക്ഷൻ അവന് ഇടേണ്ടി വന്നു. ഈ കുഞ്ഞിന് ഇത്രയും വലിയൊരു സഹനത്തിലൂടെ ദൈവം വഴി നടത്തിയെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല. 2 പേര് വേണമായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. അവൻ്റെ കൂടെ വേണ്ട ആളുകളെയും ഒരുപാട് ആളുകൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഏറ്റവും അത്ഭുതമായിട്ട് പിന്നീട് തോന്നിയൊരു കാര്യം അതാണ്. ഒത്തിരി ആളുകളെ ദൈവം ഈ കുഞ്ഞിന് വേണ്ടി പുറത്ത് റെഡിയാക്കി. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല, ഞങ്ങൾ അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ അനേകം വൈദികർ, സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ് നിത്യാരാധന നടത്തി കണ്ടിന്യൂസ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ സഹനം വന്നപ്പോൾ എന്തുകൊണ്ട് ദൈവം ഇത്രയധികം ആളുകളെ ഈ കുഞ്ഞിന് വേണ്ടി ഒരുക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉൾപ്പെടെ ഞാൻ ഇവിടെ വിളിച്ച് കൃപാസനത്തിൽ കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരുന്നു. അതുപോലെ പലരും ഒട്ടനവധി പ്രശസ്ത പള്ളികളായ നമുക്കറിയാം അണക്കര, ഭരണങ്ങാനം, അരിവിത്തറ, തൊടുപുഴ, ഡിവൈൻ മേഴ്സി ഹോം, ഇങ്ങനെ നിരവധി ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം വിളിച്ച് ബന്ധപ്പെട്ടു. ഈ വിളിച്ച് ബന്ധപ്പെട്ട വ്യക്തികൾക്കെല്ലാം അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. എല്ലാ സ്ഥലങ്ങളിലെയും അനേകരുടെ പ്രാർത്ഥന കുഞ്ഞിന് കിട്ടി. ഒത്തിരി കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കിട്ടി. ഇവരെല്ലാം നന്ദിയോടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അനുഗ്രഹിക്കണേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ എന്ന്. ഇതിന് ശേഷമുണ്ടായ ഇതിന് തൊട്ട് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും അമ്മയോടുള്ള ആഴത്തിലുള്ളൊരു വിശ്വാസം സത്യസന്ധമായി പറഞ്ഞാൽ കൃപാസനത്തിലൂടെയാണ് എനിക്ക് കിട്ടുന്നത്. 2017 എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരികയും കുറേ പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് ഒരു ഭവനം പണിയാൻ ഒരുങ്ങിയിരുന്നിട്ട് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കൃപാസനത്തിലെ കാര്യം നമുക്ക് അവിടെ ഒന്ന് പോയാലോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് ഇതേ മകൻ ഏതാണ്ട് 2.5 വയസ്സുള്ളപ്പോൾ സാധാ പനിയൊക്കെ ആയിട്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ നോക്കുമ്പോൾ മുഴുവൻ ഉടമ്പടി. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെന്തോ തട്ടിപ്പാടെന്ന് പറഞ്ഞ് ആ പത്രം മാറ്റിവെച്ച വ്യക്തിയാണ് ഞാൻ. അതേ മകനിലൂടെ കൃപാസനത്തിലെ അമ്മ ഇടപെട്ട് നടന്ന വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതിനുശേഷം 2020 ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നമുക്കൊരു വീട് റെഡിയായിട്ടില്ല, നമ്മുടെ പൈസയൊക്കെ ഇങ്ങനെ പോയി, ഒന്നുകിൽ സ്ഥലം വിൽക്കണം അല്ലെങ്കിൽ വീടുള്ള സ്ഥലവുമായിട്ട് എന്തെങ്കിലും ഒരു വെച്ചുമാറ്റം വരണം. അപ്പം കോവിഡിൻ്റെ സമയമൊക്കെ ആയതിനാൽ ഓൺലൈനായിട്ട് ഞങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നയിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാനയും ആരാധനയും കൂടി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് അച്ഛൻ പറയുകയാണ്, നിങ്ങളുടെ നിയോഗങ്ങൾക്കുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കട്ടെ. ആദ്യം ഡേറ്റ് ഇട്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായില്ല. കുറച്ച് സമയം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി നമ്മുടെ നിയോഗങ്ങൾക്കുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറയുന്നത്. ഞാൻ അങ്ങനെ 2020 മാർച്ച് മാസം അമ്മയോട് പറയുകയാണ്, അമ്മ 1 മാസത്തിനുള്ളിൽ ഒരു കച്ചവടം ഞങ്ങൾക്ക് റെഡിയാക്കി തരണമേ. പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയത്തില്ല. കൃത്യം 1 മാസമായപ്പോഴേക്കും ഞങ്ങൾ പണിയാൻ ആഗ്രഹിച്ച സ്ഥലത്തിനേക്കാൾ സൗകര്യമുള്ള സ്ഥലത്ത് അമ്മ ഒരു ചെറിയ ഭവനം, അതായത് ഞങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടോ അതേ ഓഫീസിന് മുമ്പിലായിട്ട് ഞങ്ങൾക്കൊരു വീട് ഒരുക്കി ദൈവം തന്നു.
അതിന് മുമ്പായിട്ട് ഒരു ദിവസം കൃപാസനത്തെ പറ്റി കേട്ട ഉടനെ തന്നെയാണ് എൻ്റെ കാലിൽ ഒരു ആണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ ആണി ഞങ്ങൾ മുറിച്ച് കളയാൻ വേണ്ടി മാറ്റാൻ വേണ്ടി സർജറി ചെയ്യാനൊക്കെ ഇരിക്കും, ഇതൊന്ന് സുഖപ്പെടുത്തണേ. പറഞ്ഞെങ്കിലും വലിയ ആണിയല്ലേ, ഒത്തിരി വലിയ ഗൗരവമുള്ളതല്ലേ. ഞാൻ മറന്നുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം കാലിൽ ആണിയില്ല. അതിനുശേഷം പിന്നീട് ആണി ഉണ്ടായിട്ടുമില്ല, അത് കീറേണ്ടി വന്നിട്ടുമില്ല. ഇതിനൊക്കെ നന്ദിയായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2023 മെയ് 27 ഞങ്ങൾ ഇവിടെ വന്നു. നന്ദിയായിട്ടാണ് വന്നേ. ഉടമ്പടി എടുക്കാൻ വന്നവരല്ല ഞങ്ങൾ. അമ്മയുടെ അടുത്ത് വരണം, ഒന്ന് പ്രാർത്ഥിക്കണം, തിരിച്ചു പോകണം. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കയറി ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കണം. ഞാൻ ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. തിരിച്ചു ചെന്നതിന് ശേഷം അപ്പം എനിക്ക് അതിന് തൊട്ട് മുന്നത്തെ വർഷവും ഞാൻ ഡെയിലി വേജസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. വീണ്ടും അച്ഛൻ ഈ വർഷം എന്നോട് പറഞ്ഞു, ജൂണിൽ ആദ്യം ഡെയിലി വേജസ് അതിൻ്റെ ബാക്കിയുണ്ട്, അത് തന്നെ തുടർന്നോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ തീർന്നു. കാരണം സാധാരണ നമുക്ക് ഓപ്പൺ പോസ്റ്റുകൾ തരിക ജൂൺ ജൂലൈ സമയമാണ്. എനിക്ക് തന്നിരിക്കുന്ന ഡെയിലി വേജസ് ഓഗസ്റ്റ് വരെ ഉണ്ട് താനും. അപ്പോൾ ഇനി എനിക്ക് സ്ഥിരം ഈ വർഷം ഒരു ജോലി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ്. മെയ് 27 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജൂൺ 17 രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ കൈ നീട്ടി അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തമാശന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ജോലിക്കാര്യം ഏതായാലും തീരുമാനമായി, ഇനി എന്ത് കാര്യത്തിലാണാവോ നീ എന്നെ അനുഗ്രഹിക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് സാധാരണ പോലെ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് സ്കൂളിൽ പോയി. അവിടെ ചെന്നപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ പറയുകയാണ്, ഇന്ന് എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, നാളെ ചെന്ന് അച്ഛനെ കാണാൻ. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഞാൻ ഡെയിലി വേജസിന് പോയ അതേ സ്കൂളിൽ അവിടെ പെട്ടെന്നൊരു വേക്കൻസി വന്നതാണ്. ആ ഓപ്പൺ പോസ്റ്റ് അച്ഛൻ നൽകിയ എനിക്ക് മാതാവ് തന്ന അടുത്ത അനുഗ്രഹം. അതുപോലെ വീണ്ടും ഈ ജോലി കിട്ടിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് നേർന്നിരുന്നു. എൻ്റെ മോൻ്റെ അസുഖത്തിൻ്റെ സമയത്തും ഞാൻ നേർന്നിരുന്നതാണ്, ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. വീണ്ടും നവംബർ 15 വീണ്ടും അമ്മ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ കൈനീട്ടി അനുഗ്രഹിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അതിന് തലേ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ജോലി കിട്ടുമ്പം എൻ്റെ സാലറിയും കൂടെ ഒക്കെ ഒന്ന് പാസ്സായിട്ട് സന്തോഷത്തോടെ വന്ന് എല്ലാവരോടും പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ വർത്താനമൊക്കെ പറയും മാതാവിനോട്, ഇങ്ങനെ തന്നെത്താൻ പറഞ്ഞേച്ചു പോയി. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ഇതെൻ്റെ അടുത്ത ഓർഡർ, എൻ്റെ നിയമനം താൽക്കാലികമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു. ആ ഓർഡറും എനിക്ക് കിട്ടി. അങ്ങനെ അമ്മ മാതാവ് നിരവധി അനുഗ്രഹങ്ങളിലൂടെ, ശരിക്കും അമ്മ മാതാവിനെ ഞാൻ തേടി പോവല്ല ചെയ്തേ, അമ്മ ഞങ്ങളെ തേടി വരികയാണ് ചെയ്തത്. ഇത്തരത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ട് ആ കുഞ്ഞ് വയ്യാതിരുന്ന സമയത്ത് ഈശോയോട് ഞാൻ ഒന്നേ കെഞ്ചി ചോദിച്ചുള്ളൂ, എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, നിൻ്റെ ജീവൻ എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. ഈശോയുടെ ജീവനാണ് എൻ്റെ കുഞ്ഞിലൂടെ ഇന്ന് പ്രവഹിക്കുന്നതെന്ന് ആരുടെ മുമ്പിലും ഉറച്ചു പറയാൻ സാധിക്കും. നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിക്കൊത്തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും എല്ലാവരുടെയും പേരിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിനും 1000 നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അനാഥമന്ദിരങ്ങളൊന്നും തേടിപ്പോവാറില്ല. പക്ഷേ എന്നും ദൈവം ആരെയെങ്കിലുമൊക്കെ എൻ്റെ മുമ്പിൽ പല രീതിയിൽ, ഒന്നെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കാം, സ്കൂളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ ഓരോ അവസ്ഥകൾ മുമ്പിൽ കൊണ്ട് തരാറുണ്ട്. അപ്പം ഞാനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മ, അവർ ചിലപ്പോൾ രോഗികളായിരിക്കും, അവർക്ക് വേണ്ട സഹായമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ സാമ്പത്തികമൊന്നും അല്ലെങ്കിൽ നമുക്കുള്ളതിൻ്റെ ഒരു ഓഹരി കൊടുക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പോലും ചെയ്തതാണ്. ഈ മോൻ വയ്യാതാകുന്നതിന് കറക്റ്റ് 1 വർഷം മുമ്പ് ഒരു ഓർഫനേജിലെ കുഞ്ഞ് വയ്യാതെ മരിച്ചു പോകുകയുണ്ടായി. അന്നേരം എനിക്ക് എൻ്റെ ശമ്പളം ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ എറണാകുളത്തൊരു ഫേമസ് ഹോസ്പിറ്റലിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ ബോഡി വിട്ടുകൊടുക്കില്ല. കാരണം 3-4 ലക്ഷം രൂപ ആ ഓർഫനേജുകാർ കെട്ടിവെച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ചേച്ചി പറഞ്ഞില്ലായിരുന്നു ജോലി സാലറി പാസ്സാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന്, ഒരു 5000 രൂപ തരാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചു. സത്യത്തിൽ 5000 അല്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ആൻറ്റിയോട് കടം മേടിച്ച് 10000 രൂപ ആ കുഞ്ഞിൻ്റെ ബില്ലടയ്ക്കാൻ കൊടുത്തു. അതിൻ്റെ 10 മടങ്ങായിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ ഒന്നിനും ഒരു കുറവും കൂടാതെ, നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞു 17 ബോട്ടിൽ
മരുന്നിൽ 25,000 രൂപ വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയോ, 10 മടങ്ങായിട്ട് തമ്പുരാൻ തിരിച്ചു തന്നു. എപ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം, പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കുർബാനയിൽ പോവുകയും കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഉടമ്പടിയിൽ വെച്ച് വേറൊരു ആവശ്യമായിരുന്നു ആത്മീയമായ ഒരു ബന്ധം ഈശോയും മാതാവും ഒക്കെ ആയിട്ട് സ്ഥാപിച്ച് അത് നിലനിർത്തി പോകണമെന്ന്. കുഞ്ഞിൻ്റെ വയ്യാഴിക വന്നതിലൂടെ ആഴത്തിൽ അതിന് ദൈവം ഞങ്ങളെ ഒരുക്കുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഒരുക്കുകയായിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വളരെ എൻ്റെ പേര് റിബി ലിയാസ്. ഞങ്ങൾ അന്തിക്കാടാണ് വീട്. എനിക്ക് 2022 ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്യാരിങ് ആയി. പക്ഷേ ഒരു 5 weeks കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിക്കും ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് വരേണ്ട സമയമായി, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ 1 week കൂടെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. 1 week കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ സ്കാനിങ്ങിലും ബേബിയുടെ ഹാർട്ട് ബീറ്റ് വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബേബി ചിലപ്പോൾ ഹെൽത്തി അല്ലായിരിക്കും, മേ ബി അതുകൊണ്ടാവാം, നമുക്ക് 1 week കൂടെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അതിനിടയിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 1 weekനുള്ളിൽ എനിക്ക് ബ്ലീഡിങ് ആയി, മിസ്കാരേജ് ആയി. നവംബർ 26 എനിക്ക് മിസ്കാരേജ് ഉണ്ടായത്. ഞാൻ നല്ല വിശ്വാസവും പ്രാർത്ഥനയും ദൈവത്തിലുള്ള വിശ്വാസവും മാതാവിലും എല്ലാം വിശ്വാസവും പ്രാർത്ഥനയും ഉള്ള ആളായിരുന്നു. പക്ഷേ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടി എടുക്കുക അതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് മാതാവ് എല്ലായിടത്തും ഉണ്ട്, എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങനൊരു തോന്നലായിരുന്നു എനിക്ക് എൻ്റെ ബേബിയുടെ മിസ്കാരേജ് വരെ എനിക്കുണ്ടായിരുന്നത്. ഇതുപോലുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഞാനായിരിക്കുന്നിടത്ത് നമ്മൾ പറയാറില്ല തൂണിലും തുരുമ്പിലൊക്കെ ഈശ്വരനുണ്ടെന്നുള്ളത് പോലെ എല്ലായിടത്തും മാതാവുണ്ട്, എല്ലായിടത്തും യേശു ഉണ്ട്. അപ്പോൾ എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുള്ള ഒരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മിസ്കാരേജ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയണ പോലെ തോന്നി, എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്ക് കുറേ പൈസയും കുറേ ജോലിയും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എന്നുള്ളൊരു ഇതുണ്ടാകും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് സങ്കടം ദൈവം തന്നാലേ നമുക്ക് കൂടുതൽ ദൈവത്തിനെ വിളിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവുള്ളൂ എന്നെനിക്ക് എൻ്റെ ജീവിതം ഇതുവരെ എനിക്ക് തന്നിട്ടുള്ളൊരു പ്രൂഫാണ്. കാരണം നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ ആ ഒരു സുഖത്തിലും സന്തോഷത്തിലും കുറേ ജീവിച്ചു പോകും. പക്ഷേ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സങ്കടം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എന്നെ ആരും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ തോന്നി ഉടമ്പടി എടുക്കണം. എന്നോട് കുറേ പേര് പറഞ്ഞു ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ, ഫസ്റ്റ് മിസ്കാരേജ് അല്ലേ, നിനക്ക് കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ പ്രശ്നം, എൻ്റെ നെയ്ബേഴ്സ് പറഞ്ഞതാണ് കേട്ടോ എന്നോട്, അതിൻ്റെ ആവശ്യമുണ്ടോ ഉടമ്പടി എടുക്കേണ്ടത്, വേറെ പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കണം, ഇവിടെ വരണം, പ്രാർത്ഥിക്കണം, അടുത്ത ബേബി ഉണ്ടാവുന്നത് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഡിസംബർ 16 വന്ന് ഉടമ്പടി എടുത്തു. ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു 3 months കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബേബിക്ക് ട്രൈ ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഞങ്ങൾ അതുപോലെ തന്നെ 3 months കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബേബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു. വേറെ മെഡിസിനോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് 3 മാസത്തോളം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി 3 മാസം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യത്തെ പുതുക്കിയിട്ടാണ് ഞാൻ പോകണേ, ഇനി ഞാൻ വരുമ്പോൾ എൻ്റെ ബേബി എൻ്റെ കയ്യിലുണ്ടാവണമെന്ന്. ഇന്ന് ഞാൻ നിൽക്കണത് ബേബിയുടെ ഒപ്പമാണ്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ളൊരു ഭാവേനെ എനിക്ക് ദൈവം തന്നു. അതുപോലെ ഞാൻ നിയോഗം വെച്ചതായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ, അവന് വിദേശത്ത് പോയി PG ചെയ്യണം എന്നുള്ളതായിരുന്നു. അവൻ്റെ IELTS പാസ്സായി, അവൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം ക്ലിയറായി. സെപ്റ്റംബർ ഇൻടേക്കിൽ അവൻ വിദേശത്ത് പോവാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഞങ്ങൾ മലപ്പുറത്താണ് ആദ്യം സ്ഥലം മേടിച്ചത്.
അപ്പോൾ എനിക്ക് മലപ്പുറത്ത് നിൽക്കാൻ അത്ര ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ കുറേ സ്ഥലം നോക്കിയായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. കുറേ സ്ഥലം നോക്കി, പക്ഷേ ഒന്നും ഇഷ്ടമാവുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു, കുറേ ഇതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നതായിരുന്നു എനിക്കൊരു ഭവനം ഉണ്ടാവണമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു, സിസ്റ്റർ പറഞ്ഞായിരുന്നു എന്നോട്, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വീട് പണി നടക്കും, അല്ലെങ്കിൽ അതൊരു ഇതാണോ എന്നൊക്കെ. പക്ഷേ ശരിക്കും പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനും ദൈവത്തിനെ വിളിക്കാനായിട്ട് ദൈവം എന്തെങ്കിലുമൊക്കെ കുറച്ച് കാരണങ്ങളും, ഒരു പൈസ ഉണ്ടോണ്ട് എല്ലാം നടക്കുമെന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരമാണ്. കാരണം എല്ലാം ഉണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു പ്രശ്നങ്ങൾ വന്ന് ആ സ്ഥലം ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇത് വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഞങ്ങൾ വീട് മേടിച്ചു. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ഭവനത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉടമ്പടിയിൽ വെച്ച 5 നിയോഗങ്ങളും ഇന്ന് മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് ലിയാസ്. എന്നെ മാരേജ് ചെയ്തതിന് ശേഷമാണ് ആൾ കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് വന്നതെന്ന് തന്നെ പറയാം. കാരണം പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയണത് പ്രാർത്ഥിക്കാം, മനസ്സിലൊരു പ്രാർത്ഥന, അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ആൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഉടമ്പടി എടുത്തിട്ട് വാവേനെ കിട്ടുവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പൈസയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ദൈവം തരാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും പൈസയ്ക്ക് ലഭിക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യന്മാർ വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ആൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാം, മനസ്സിലൊരു പ്രാർത്ഥന, അത്ര ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ആൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ പിന്നെയാണ് ആൾ കുടുംബ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലും കുമ്പസാരം അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരാനും ഈ ഉടമ്പടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, മാസം അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായം എല്ലാ മാസവും ബേബിയുടെ പേരിൽ ചെയ്യാവുന്നത്. അത് ഞങ്ങൾ ഇതുവരെ, ബേബി ജനിച്ചത് ഫെബ്രുവരിയിലാണ്, ഇതുവരെ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, ഇനിയും കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ ഞങ്ങളായിരുന്നതിലും കൂടുതൽ, ഇതുവരെ ഉണ്ടായിരുന്നതിലും കൂടുതൽ ആത്മീയമായുള്ളൊരു ജീവിതം, വിശുദ്ധ കുർബാനയിലായാലും കുമ്പസാരിച്ചായാലും എല്ലാം ആത്മീയ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ പെൺകുഞ്ഞാണെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടം പെൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പെൺകുഞ്ഞിനെ വേണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തരണേ, അതിന് മാതാവിൻ്റെ പേരിടാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ബേബിയുടെ പേര് ലിയോറ മറിയം. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പെൺകുഞ്ഞാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ ബേബിയുടെ പേര് ലിയോറ മറിയം. ഞങ്ങളുടെ ജീവിതം മാതാവ് അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. ഈശോയെ നന്ദി. എൻ്റെ പേര് ലിബി, വൈഫിൻ്റെ പേര് റീജ. ഞങ്ങൾ ഫാമിലിയായിട്ട് കുവൈറ്റിലാണ്. എൻ്റെ സ്വദേശം ഇടുക്കി. ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷത്തോളമായി. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഞങ്ങൾ ചെയ്തു. കേരളത്തിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾക്കൊരു രോഗവും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല ഡോക്ടർമാർക്ക്. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുവാനും ഡോക്ടർമാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ കുവൈറ്റിലായിരുന്നത് കൊണ്ട് കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും കുവൈറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയും ഡോക്ടർമാർക്ക് ഒരു കാരണങ്ങളും കണ്ടെത്തുവാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഷാജിയാണ് ഇങ്ങനെ കൃപാസനത്തെപ്പറ്റി എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ 2022 ജനുവരിയിൽ ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. തിരിച്ച് ഞാൻ കുവൈറ്റിൽ പോയി ഫെബ്രുവരി മുതൽ ഞാൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങി. മാർച്ചിൽ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ നവംബർ 20-ാം തീയതി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ലിയോറ സാറ ലിബി എന്നാണ്. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ്,
അല്ലെങ്കിൽ ഗോഡ് ഈസ് മൈ ലൈറ്റ്, ദൈവം എൻ്റെ പ്രകാശമാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനം എന്നുള്ളതാണ്. അതിലുപരി ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ കുവൈറ്റ് വരാൻ ആ സമയം വന്നിരുന്നു. പക്ഷേ പേഴ്സണലി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എന്നാലും അച്ഛൻ്റെ ധ്യാനം കൂടാൻ കഴിഞ്ഞു. എനിക്കൊരു റെസ്റ്റോറൻ്റാണ് അവിടെ ഉള്ളത്. അച്ഛനുള്ള ഫുഡുകളൊക്കെ അവിടുന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലങ്ങളും എല്ലാം ഞങ്ങൾ അതേപടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ്. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സാക്ഷ്യം പ്രചോദനമാവട്ടെ. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്നുള്ളത് വലിയൊരു സാക്ഷ്യമാണ്. ഞങ്ങൾ 3 പേരും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നതും അതായിരുന്നു. മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്ന, ഒരു സാക്ഷിയാകുന്ന ഒരു കുടുംബം ആക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതവസരം കിട്ടിയാലും ഞങ്ങൾ ഒരു സാക്ഷ്യം പറയാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയാൽ ഞങ്ങളത് ഉപയോഗപ്പെടുത്താറുണ്ട്. അത് മറ്റുള്ളവർക്ക് ദൈവത്തോട്, ഈശോയോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനമായിരിക്കും. ഞങ്ങൾ ഇപ്പം ലീവിന് വന്നതാണ്. മാമോദീസ കഴിഞ്ഞു. ഈ 16-ാം തീയതി ഞങ്ങൾ തിരിച്ചു പോകും. എന്നെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും. കൃപാസന മാതാവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്നായുടെ കീർത്തനമുണ്ട്. എൻ്റെ പേര് സിമിത. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2024 ജനുവരി 2-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിദേശത്തായിരുന്നു ഒരു 5.5 വർഷത്തോളം. ഞാനൊരു റേഡിയോഗ്രാഫറാണ്. എക്സ്റേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു യമൻ എന്ന് പറഞ്ഞ കൺട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ രാജ്യത്തൊരു പ്രോബ്ലം ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് അങ്ങനെ വരാൻ പറ്റില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് എയർപോർട്ടിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് 5 വർഷം അവിടെ നിന്നു. ആദ്യത്തെ ഒരു 3 വർഷത്തോളം ഒരു സാധാരണ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്. സാലറി ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ സൗദിയുടെ ഒരു ഹോസ്പിറ്റലുണ്ട് യമനിൽ, സന എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരു 2.5 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ UK പോകാനായിട്ടൊരു ചാൻസ് കിട്ടി. അപ്പം ആ ജോലി അങ്ങനെ നല്ല സാലറി ഉണ്ടായിരുന്നു, എബവ് 80,000 മേളിലുണ്ടായിരുന്നു. അപ്പം ആ ജോലി റിസൈൻ ചെയ്തിട്ട് UK പോകാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നു. അവിടെ നിന്ന് ഒരു 5.5 മാസത്തോളം അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. പേടിച്ചാണ് വന്നത്. എയർപോർട്ടിൽ പാസ്പോർട്ട് പിടിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് പാസ്പോർട്ട് പിടിച്ചില്ല. വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ അവരെ വിളിക്കുമ്പോൾ ഒന്നും ഒരു ഫോൺ എടുക്കണില്ല, നമുക്ക് മെയിലൊന്നും വരുന്നില്ല. അപ്പോൾ ആകെ ടെൻഷനായി, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ വന്ന് ഞാനൊരു ഹിന്ദുവാണ് എങ്കിലും ഞാൻ പള്ളിയിലൊക്കെ പോവും. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയപ്പം ഒരു ചേട്ടൻ കൃപാസന പത്രം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് നേരെ നീട്ടിയപ്പം ഞാൻ വാങ്ങിച്ചില്ല, കാരണം എൻ്റെ കയ്യിലന്നേരം ചില്ലറ പൈസ ഒന്നുമില്ല. ഞാനെല്ലാം പള്ളി കൊടുത്തു. അപ്പോൾ എനിക്കറിയില്ല ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പത്രമാണ്. അപ്പം അന്നേരം അമ്മ വേഗം വാങ്ങിച്ചിട്ട് അമ്മ പറഞ്ഞു, ഇത് പൈസ കൊടുക്കണ പേപ്പറല്ല, നിനക്കിത് അറിയില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് രാത്രിയായപ്പം എടുത്ത് അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഒരു സാക്ഷ്യം വായിച്ചപ്പം എനിക്ക് പിന്നെയും സാക്ഷ്യം ഇങ്ങനെ വായിക്കാനായിട്ട് ടെൻഡൻസി വന്നു. അപ്പം ഞാൻ എല്ലാം അങ്ങ് വായിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഈ പള്ളി പോയാലോ, ചിലപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ മാധവ് നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച ആയില്ല, അതിക്കുമ്പോൾ തന്നെ പള്ളിയിൽ വന്നു. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ UK പിന്നെ അവരെ വിളിച്ചിട്ട് കിട്ടും, അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടന്നു. അപ്പം എന്നെ ഒരാളെ റെക്കമെൻഡ് ചെയ്താണ് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവരെ വിളിച്ചിട്ട് കിട്ടണില്ല. അതായത് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവരെ എടുക്കില്ല, നമ്മളോട് റിപ്ലൈ ഒന്നും പറയണില്ല. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജോലി പ്രതീക്ഷിച്ചാണ് ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നത്. അപ്പം ഞാൻ മാരീഡാണ്. അപ്പോൾ ഹസ്ബൻഡിന് വയ്യാത്തതാണ്, കിഡ്നിക്ക് പ്രോബ്ലമാണ്, 2 മക്കളുണ്ട്. അപ്പോൾ എനിക്കാകെ ടെൻഷനായി, ദൈവമേ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായി. അപ്പോൾ പിന്നെ ഒരു ദിവസം എടുത്തപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ശരിയാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നായിട്ട് അവർ പറഞ്ഞു, അത് നടക്കില്ല, വേറെ എവിടെയെങ്കിലും ജോബ് നോക്കിക്കൊള്ളാൻ പറഞ്ഞു.
അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ അമ്മയാണെങ്കിൽ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന അവരെ നോക്കാനൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു ജോലി വന്നപ്പോൾ അമ്മ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാനൊന്നും ആരുമില്ല. എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഇപ്പം ഞാൻ എന്നും തിരിവെച്ച് പ്രാർത്ഥിക്കും. ഈ ഉടമ്പടി തിരി അല്ലാതെ ഒരു ഹിന്ദു ആണെങ്കിൽ പോലും ഞാൻ മെഴുകുതിരി കത്തിവെച്ച് മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ, ദൈവമേ, എനിക്കൊരു മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാനൊരു എക്സാം എഴുതി പോവാത്തതുകൊണ്ടാണോ എനിക്ക് ഈ ജോലി കിട്ടാത്തതെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഒരു 3-4 ദിവസം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റണില്ല, വെള്ളം കുടിച്ച് അങ്ങ് ഇറങ്ങിപ്പോണില്ല. ഒരു 5 ദിവസം കൊണ്ട് ഞാനങ്ങ് പകുതിയായി. എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മഠത്തിൽ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും പോകും. അപ്പോൾ അവിടെ ഒരു കൊച്ചു വരുന്നുണ്ടായിരുന്നു. അവൾ ഇസ്രായേലിന് പോകാൻ നിൽക്കുന്ന ഒരു നേഴ്സായിരുന്നു. അപ്പോൾ അവൾ എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ നമ്പറിലൊന്ന് വിളിക്കുക, ഇത് ഏജൻസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ദുബായിൽ വേക്കൻസി ഉണ്ട് റേഡിയോഗ്രാഫർക്ക്, 15 ദിവസം കൊണ്ട് കയറി പോകാം. അപ്പോൾ സർവീസ് ചാർജ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാലറി എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒത്തിരി കുറവ് സാലറിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇതിൽ ഇരട്ടി സാലറിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഇതിൽ ഞാൻ വന്നിട്ട് കാര്യമില്ല, കാരണം എനിക്ക് വീടൊക്കെ വയ്ക്കണം, എന്നെ സംബന്ധിച്ച് അത് ഈ പൈസക്ക് ഞാൻ വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി ഉള്ള ജോബ് വരുവാണെങ്കിൽ പറഞ്ഞുതരാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏജൻസിയിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കോൾ വന്നു, ദുബായിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാനിനി ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിനി UK കാര്യം ശരിയാവോ, ഇത് ശരിയാവോ എന്നൊരു ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഈ ജോലി എനിക്ക് അമ്മ തരുന്നതാണെങ്കിൽ ഞാനൊരു എമൗണ്ട് പറയാം, ഇതിൽ കൂടുതൽ സർവീസ് ചാർജ് എനിക്ക് വരത്തില്ലേ, എങ്കിലും ഞാൻ ഇതിലുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമ്മയോട് എത്രയാണോ പറഞ്ഞത് അത്രയും എമൗണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി. ഞാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി. ഞാനിപ്പോൾ നാളത്തെ കഴിഞ്ഞ് വെളുപ്പിന് 2:10 ഫ്ലൈറ്റിന് പോവുകയാണ്. എനിക്ക് അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ അതേപോലെ നിന്ന് ഉരുകിയ സമയത്ത് എൻ്റെ ഈശോ എന്നെ കൈവിട്ടില്ല എന്നുള്ളതാണ്. എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ അമ്മ കൂടെയുള്ളതായിട്ട് എന്നെ കാണിച്ചു. ഞാൻ ഉടമ്പടി തിരി കത്തിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ആ തിരിയിൽ വന്നു. എനിക്ക് മനസ്സിലായില്ല അത് അമ്മയാണെന്നുള്ളത്. ഞാൻ തിരി കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടത്തി വെച്ച സമയത്താണ് ഞാൻ തിരി എടുത്ത് അലമാരിയിൽ കയറ്റി വെക്കാൻ വേണ്ടി പോയപ്പോഴാണ് അതിനകത്ത് മാതാവ് നിൽക്കണത് ഞാൻ കണ്ടത്. ആ മാതാവ് അങ്ങനെ 2 ദിവസം നിന്നു ആ തിരിയിൽ. അപ്പം തിരി തീരാറായ സമയത്തായിരുന്നു അമ്മ വന്നത്. അപ്പം അത് ഞാൻ പിന്നെ കത്തിച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ഉരുകിപ്പോയി അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ എനിക്കങ്ങ് സങ്കടമായി. ദൈവമേ, എനിക്ക് ആ തിരി എടുത്തു വയ്ക്കായിരുന്നു, അമ്മ ഉരുകിപ്പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ബുക്ക് മടക്കി വയ്ക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ ആ ബുക്കിനകത്ത് നോക്കിയപ്പം ഈ അൾത്താരയിലുള്ള ഈ മാതാവ് ആ ബുക്കിനകത്ത് വീണ് കിടക്കുക. പക്ഷെ നമ്മുടെ മെഴുകുതിരിയിൽ വന്നത് നമ്മുടെ അവിടെ ഇരിക്കുന്ന ചെറിയ മാതാവിൻ്റെ പോലത്തെ രൂപമായിരുന്നു. പക്ഷെ ഇതുപോലെ ആ ബ്ലൂ കളർ ആ തിരിയിൽ വന്നത് ഈ സിൽവർ ഗ്രേ ഉള്ള മാതാവാണ് ആ തിരിയിൽ വന്നത്. ഞാനതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ തിരിയിൽ വന്ന മാതാവിൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് കുറച്ച് കടബാധ്യത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞപ്പം. അപ്പോൾ എനിക്ക് ക്യാഷ് തന്ന് സഹായിച്ചവർ, ഞാൻ ഈ ജോലി ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ഒരുപാടായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്തു. അവരെന്നോട് ഒത്തിരി മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെയൊക്കെ ഒരു സംസാരിച്ച് ഭയങ്കര വിഷമമായി. അപ്പം എന്നെ ഒരുപാട് മാനസികമായിട്ട് ടോർച്ചർ ചെയ്തൊരു വ്യക്തി തന്നെ, അതൊരു ഫീമെയിലാണ്. പുള്ളിക്കാരിനെ കൊണ്ട് തന്നെ മാതാവ് ആ പൈസ എനിക്ക് അയപ്പിച്ചു. ഞാൻ അവരുടെ കടമെല്ലാം തീർത്തു. ഈ ചേച്ചി എനിക്ക് പൈസ തന്നപ്പോൾ എന്നോട് പറഞ്ഞു, ജോലി കിട്ടിയിട്ട് ആ പൈസ തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മ ചെയ്തു. പിന്നെ ഞാൻ അമ്മയുടെ കാലിൻ്റെ ലിഗമെൻറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അങ്ങ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുനിയാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി ആ തൈലം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഇപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അമ്മയുടെ ജോലിക്ക് പോകാം. അമ്മയ്ക്ക് ആ നേരത്തേക്കാളും ഒരുപാട് ബെറ്ററായി. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. പിന്നെ കാൽക്കേനിയസ്പുർ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഒരു ബോൺ വളർന്നിങ്ങനെ വളഞ്ഞിരിക്കും. അപ്പം നമ്മൾ കാല് ചവിട്ടി നടക്കുന്ന സമയത്ത് അത് നമ്മുടെ ആ ദശയിലോട്ട് കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. അപ്പോൾ അത് എനിക്ക് മാതാവ് മാറ്റി തന്നു. നടുവേദന മാറ്റിയതേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇരിക്കുമ്പോഴൊക്കെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചാടി എഴുന്നേറ്റു എനിക്ക് വേദന വന്നില്ല. അപ്പം അന്നേരമാണ് ഞാൻ ഓർക്കേണ്ടത് അമ്മ എന്നെ ഈ നടുവേദന സുഖപ്പെടുത്തിയ കാര്യം.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ചു കൊടുക്കും. അത് ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ കടകളിൽ ഞാനങ്ങനെ നടന്നു കൊടുക്കും. അമ്മയുണ്ടാവും ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ ചിലപ്പോൾ മാസത്തിൽ 2-3 തവണയൊക്കെ ഇവിടെ വരും. എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, ആരെയും നോക്കില്ല, കയറി ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിരിക്കും. കുറേ എനിക്ക് അങ്ങനെ ഒരു സമാധാനമായിരുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ മഠത്തിൽ പോകും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ആഴ്ചയിലും പോകും. അവിടെ ചെന്നിട്ട് അമ്മമാരെ കുളിപ്പിക്കും, അവർക്ക് ഫുഡ് കൊടുക്കും, പിന്നെ അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കും. അത് ഒരാളുടെ അല്ല, ഒത്തിരി പേരുടെ ഉണ്ടാവും, കഴുകും. പിന്നെ അവർക്കുടെ റൂം, ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ ഞാൻ ആഴ്ചയിൽ 1.5 കൂടും 1.5 ആഴ്ചകളിൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. നേരത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയുടെ അവിടെയൊക്കെ ഒത്തിരി ഭിക്ഷാടന അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആയിട്ട് കൊടുക്കും. പിന്നെ ഞാൻ വസ്ത്രം വാങ്ങിച്ച്, പുതിയ വസ്ത്രം. അപ്പം നമ്മൾ മഠത്തിലൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1-2 പേർക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളപ്പം എല്ലാ മാസം ഞാൻ ഇവിടെ കൃപാസനത്തിലാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറ്. പിന്നെ ആത്മീയമായിട്ട് വളരുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്ത്യൻസ് ചെയ്യും പോലെ തന്നെ ഞാൻ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെയ്യും, ഞാൻ ജപമാല ചൊല്ലും, ബൈബിൾ 1 മണിക്കൂർ വായിക്കും. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാനിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ സ്വന്തക്കാരൊക്കെ എന്നോട് ചോദിക്കും, ഇവള് ക്രിസ്ത്യാനി ചേർന്നോ, ഇവള് ക്രിസ്ത്യാനി പോയോ? പക്ഷെ എനിക്കൊന്നും തോന്നാറില്ല. ഞാൻ പറയും ഞാൻ ഉടമ്പടിയില്ല, ഞാൻ പ്രാർത്ഥിക്കും, ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ സഹോദരങ്ങളൊക്കെ പറയുമായിരുന്നു, ഇതിനകത്തോട്ട് ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ചാൽ നിനക്ക് പിന്നെ ഇതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ലെന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു. ഞാനിനി മുന്നോട്ടുള്ള ജീവിതം എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും കൂട്ടുപിടിച്ചോണ്ടാന്ന് ഞാൻ അവരോടൊക്കെ പറയും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10 നമ്മൾ ഇപ്രകാരം വായിക്കും.